പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ പരമാവധി പങ്കുവെച്ചോണ്ടി. കാരണം ഈ ദൃശ്യത്തിൽ കാണുന്നത് ഈ ഒരു പഹയനെ കണ്ട, ഇത് ഹൈടെക് കള്ളനാണ് കേട്ടാ. അതായത് നമ്പൂതിരിയാണ്, ഈശ്വരൻ നമ്പൂതിരി. ഈ ഈശ്വരൻ നമ്പൂതിരി എന്ന് പറയുന്നത് ഈ ചെങ്ങായി അല്ലെങ്കിൽ ഈ ഒരു പരമകള്ളൻ, പെരുങ്കള്ളൻ കാണിച്ച എന്താണെന്നറിയാവോ? അയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ക്ഷേത്രത്തില് അവിടുത്തെ ദേവിമാരുടെ ചാർത്തുന്ന സ്വർണ്ണാഭരണങ്ങള്, അതുപോലെ തങ്കത്തിന്റെ കിരീടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആശാൻ ഒരു 9 മാസം കൊണ്ട് ഈ സാധനങ്ങളെല്ലാം അങ്ങ് എന്താ പറയാ അടിച്ചു മാറ്റിക്കൊണ്ട്, എന്നിട്ട് അതിന്റെ എല്ലാത്തിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഈ ചങ്ങായി അതിനകത്ത് ചാർത്തുകയും ചെയ്തു കേട്ടോ. അങ്ങനെ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടത്തിയത്. ഏകദേശം 20 പവൻ, കറക്റ്റ് 20 പവനാണ് 9 മാസം കൊണ്ട് ഈ പഹയെ അടിച്ചു മാറ്റിയത് കേട്ടാ. എന്നിട്ട് അതിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ച് അവന്റെ മനസ്സും സമ്മതിക്കണം കേട്ടാ. കൊല്ലത്തുള്ള കൊട്ടിയത്തുള്ള ഒരു ജ്വല്ലറി, അതുപോലെ പാരിപ്പള്ളിയുള്ള ഒരു ജ്വല്ലറി, അതുപോലെ പള്ളിക്കലുള്ള ഒരു ജ്വല്ലറി, അങ്ങനെ 3 ജ്വല്ലറിയിലായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഏതായാലും ജ്വല്ലറി ഉടമകളും ഒക്കെ ഒന്ന് പെടും. ഏതായാലും നല്ല സാമ്പത്തികമൊക്കെ ഉള്ള വീട്ടിലെ എന്താ പറയാ തിരുമേനി ആയിരുന്ന അറിയാൻ കഴിഞ്ഞത് കേട്ടോ. കാറും വണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഇമാതിരി പരിപാടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും നിങ്ങൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്തോളൂ. ഇത് കൊല്ലം ജില്ലയിലെ പരവൂരെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ഒരു ക്ഷേത്രമാണ് കേട്ടാ, അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലാണ് ഈ ജാതി പരിപാടി. എന്നിട്ട് അവിടെ പുതിയൊരു ക്ഷേത്ര ഭരണസമിതി വന്നപ്പോഴാണ്, പുതിയ കണക്കെടുപ്പും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴാണ് ഈ കള്ളങ്ങളൊക്കെ പൊളിയുന്നത് കേട്ടോ. ഈ ചങ്ങായിയുടെ അകത്തിരിക്കുന്ന സ്വർണങ്ങളുടെ ഡീറ്റെയിൽ ഒന്ന് എത്രണ്ണം ഉണ്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും പുതിയ കമ്മിറ്റിക്ക് കൊടുക്കണമായിരുന്നു. അപ്പൊ ആ കാര്യത്തിന് വേണ്ടി ആ സ്വർണങ്ങളൊന്ന് പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞപ്പോ ഓന്നും കയറി അങ്ങ് വിയർത്ത്. ഓന് ജാതി വിയർപ്പും എന്താ പറയാ ജാതി പെരുങ്കള്ളന്റെ ലക്ഷണവും കാണിച്ച്. അങ്ങനെ കമ്മിറ്റിക്കാര് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പഹയും സകല കാര്യങ്ങളും പറഞ്ഞത്. ഭഗവതിയൊക്കെ പൂജിക്കാൻ നടക്കുന്ന കേട്ടാ. ഇവിടെ എന്ത് മുതലാലും പിടിക്കും, അത്ര ശക്തിയാണ് ഇത്. ദേവി എന്നെ പിടിച്ചതാണ് സംശയമുണ്ട്. എന്താണ്? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കിട്ടൂല. അടുത്ത ഭരണസമിതി കയറ്റാൻ വന്നത് പിടിക്കാൻ വന്നതൊക്കെ എന്താണ്? അല്ലെങ്കിൽ പിന്നെ അവരൊക്കെ എഴുതൂല. അമ്മയുടെ മുതൽ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോ ഭയങ്കര വിഷമതയുണ്ട്.